അവരെ മുറുക്കെ പിടിച്ച് അവർക്കുള്ള സതുപദേശങ്ങൾ ചെയ്താൽ മാത്രമേ അവരുടെ നമ്മുടെ കൂടെ നമ്മൾ റോൾ മോഡലായി മുന്നിൽ നിന്നാൽ മാത്രമേ നാളെയുടെ തലമുറ അവർ മികച്ച ഒരു ധർമ്മവീതിയിലൂടെയും അതുപോലെ തന്നെ സമാധാനത്തിന്റെയും നീതിയുടെയും പര്യായങ്ങളായി അവർ മാറി വരികയുള്ളൂ. ഈ സമയത്ത് നാം എല്ലാവരും ചിന്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ മക്കളെയൊക്കെ ഇരു ലോകത്തും വിജയിക്കുന്ന മക്കളാക്കി തീർക്കുമാറാകട്ടെ. ആ മക്കളെ കൊണ്ട് നാളെ സ്വർഗത്തിൽ കടക്കാൻ നമുക്കൊക്കെ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ സമൂഹം പിഴച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഈ ആധുനികതയുടെ പ്രസരിപ്പിൽ സോഷ്യൽ മീഡിയകളും അതുപോലെ തന്നെ ഇന്നത്തെ ഈ പൊതുജീവിതത്തിൽ അവർ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും കെണിവലകളിലൂടെയാണെന്നത് പറഞ്ഞാൽ തെറ്റില്ല. ശൈത്വാൻ, പിശാച് അവന്റെ സർവ പ്രവർത്തനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് നമ്മെയും അതുപോലെ നമ്മുടെ മക്കളെയും ഒക്കെ പിഴപ്പിച്ചുകൊണ്ടിരിക്കുന്ന, പിഴവിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടങ്ങളിലൂടെയാണോ നാമും നിങ്ങളും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു തആല നമ്മയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ ഉണർത്തുകയാണ്. നമ്മൾ ദീനിന്റെ വാക്താക്കളായി, നന്മയുടെ ആളുകളായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ഈ മുന്നേറ്റങ്ങൾ അത് വിജയത്തിലേക്ക് എത്തുകയുള്ളൂ. അല്ലാഹു നമ്മയെല്ലാം വിജയികൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ തസബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. നിങ്ങൾ ആരെങ്കിലും ഒരു സമൂഹത്തോട് സാമ്യപ്പെട്ട് കഴിഞ്ഞാൽ ഫഹുവ മിൻഹും, അവൻ അത്തരക്കാരിൽപ്പെട്ടവരാണെന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹ്. നമ്മുടെ സംസ്കാരങ്ങൾ എടുത്തു നോക്കുമ്പോൾ, അതുപോലെ നമ്മുടെ പ്രവർത്തനങ്ങൾ എടുത്തു നോക്കുമ്പോൾ തീർച്ചയായും ആ പ്രവർത്തനങ്ങൾ ഒരിക്കലും മറ്റുള്ള മതസ്ഥരോടോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളോടോ ഇസ്ലാമികമായ പ്ലാറ്റ്ഫോമിൽ നിന്ന് മാറി ചിന്തിക്കുന്ന ആളുകളുടെയോ സഞ്ചാരങ്ങളുമായി ലോജിക്കുണ്ടാവാൻ പാടില്ല, അതിന് യോജിപ്പുണ്ടാവാൻ പാടില്ല. അള്ളാഹു പൊരുത്തപ്പെട്ട അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൊരുത്തപ്പെട്ട ജീവിതമാണ് നാം നയിക്കേണ്ടത്. ഓ എൻ്റെ മുത്തു മുഅ്മിനീങ്ങളെ, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പറയുകയാണ്, നമ്മുടെ ജീവിതത്തിൻ്റെ നിഖിത മേഖലകളിലും ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇത്തിബാഅ് ചെയ്താലേ നമ്മുടെ ജീവിതം ധന്യമാകൂ. അപ്പോഴേ നമ്മുടെ ജീവിതം വിജയത്തിലേക്കെത്തൂ. അല്ലാതെ ഏതെങ്കിലും മദാമയുടെയോ സായിപ്പിൻ്റെയോ പാശ്ചാത്യം രീതികളും പേറി നമ്മുടെ ജീവിതം ഒരിക്കൽ നഷ്ടപ്പെട്ടാൽ അത് തിരിച്ചെടുക്കാൻ വലിയ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെയാണ് മഹാന്മാർ പഠിപ്പിക്കുന്നത്, നമ്മുടെ മക്കൾക്ക് നമ്മൾ പഠിപ്പിക്കേണ്ടത് എന്താണ്, മാതാപിതാക്കളുടെ ദൗത്യം എന്താണ്. ഫഅലൽ വാലിദൈനി തർബിയത്തുൽ ഔലാദ്. അതേ മാതാപിതാക്കളുടെ മേൽ സന്താനങ്ങൾക്ക് അവരെ തർബിയത്ത് നടത്തൽ അത് കടമയാണ്. വതഅലീമുഹും, അവരെ പഠിപ്പിക്കൽ, അതും അവർക്ക് പഠിപ്പിച്ചു കൊടുക്കൽ, ഇൽമ് പഠിപ്പിച്ചു കൊടുക്കൽ. അതുപോലെ തന്നെ വതഅദീബുഹും, അവർക്ക് അദബ് പഠിപ്പിച്ചു കൊടുക്കലുമൊക്കെ അതൊക്കെ ബാധ്യത അത് മാതാപിതാക്കളുടെ മേലിലാണ്. അതേ അതുകൊണ്ട് എന്നെ മുത്തുമുഅ്മിനീങ്ങളെ, നമ്മുടെ മക്കൾക്ക് അവരെ തർബിയത്ത് നടത്തണം, അവർക്ക് ഇൽമു പഠിപ്പിച്ചു കൊടുക്കണം. അതാണല്ലോ ഞാനും നിങ്ങളുമൊക്കെ നമ്മുടെ മക്കളെ മദ്രസയിൽ കൊണ്ടുപോയി ചേർത്തുന്നത്. 1-ാം ക്ലാസ്സിലുള്ള ഉസ്താദിൻ്റെ വിളിച്ചുകൊണ്ട് ആ ഉസ്താദിൻ്റെ കൈകളിൽ നമ്മുടെ പൊന്നുമോനെയോ പൊന്നുമോളെയോ ഏൽപ്പിക്കുന്നത്. അങ്ങനെ ആ കുട്ടി ദീനി വിജ്ഞാനം പഠിച്ച് വളരട്ടെ എന്നുള്ള ചിന്തയാണല്ലോ, അങ്ങനെയാണല്ലോ ചെയ്യേണ്ടതും.
അങ്ങനെ അതിൻ്റെ ശേഷം മദ്രസ കഴിഞ്ഞാലോ ഇരുവിജ്ഞാനവുമുള്ള എന്ന് പറഞ്ഞാൽ ഭൗതികവും അതുപോലെ തന്നെ ആത്മീയവും മായ വിജ്ഞാനങ്ങൾ പഠിപ്പിക്കുന്ന കേന്ദ്രങ്ങളിൽ നമ്മളെ മക്കളെ കൊണ്ടുപോയി ചേർക്കൂ. നമ്മുടെ ഡ്യൂട്ടി കഴിഞ്ഞിട്ടില്ല. ആ മക്കളെ സ്വാലിഹീങ്ങളായി കൊണ്ടുവരേണ്ടത് മാതാപിതാക്കളായി നമ്മളാണ്. അതുകൊണ്ട് തന്നെയാണ് മഹാന്മാര് പറഞ്ഞത്, നമ്മളെ മക്കൾക്ക് നമ്മൾ അവരെ ഇൽമു പഠിപ്പിച്ചു കൊടുക്കണം, അവർക്ക് അദബ് പഠിപ്പിച്ചു കൊടുക്കണം. അതേ വയസ്സായവനാളോട് അവനെ കണ്ടാൽ എങ്ങനെയാണ് ഒരു ആദരവ് കാണിക്കേണ്ടതെന്ന് പഠിപ്പിക്കണം. ഒരു ആലിമിനെ കണ്ടാൽ അവരോട് എങ്ങനെ പറഞ്ഞു കൊടുക്കണം. അതുപോലെ മുതഅല്ലിമിനെ കാണുമ്പോ അവരോട് എങ്ങനെയാണ് വർത്തിക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കണം. മാതാപിതാക്കളോട് എങ്ങനെയാണ് വർത്തിക്കേണ്ടതെന്ന് പഠിപ്പിച്ചു കൊടുക്കണം. അങ്ങനെ പഠിപ്പിച്ചു കൊടുത്താലേ നമ്മുടെ ബാധ്യത തീരൂ. അല്ലാതിരുന്നാൽ എൻ്റെയും നിങ്ങളുടെയും ബാധ്യത ഒരിക്കലും തീരൂല. അതേ മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട്. പോരാ, ويعلمه آداب الأكل والشرب وكيفية التطهير عن النجاسات وسائر القاذورات. എങ്ങനെയാണ് ഭക്ഷിക്കേണ്ടതെന്ന് നമ്മുടെ മക്കൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ എങ്ങനെയാണ് കുടിക്കേണ്ടത്, അതിൻ്റെ ആദാബുകൾ നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. വകൈഫിയത്തി തത്ഹീർ, ശുചീകരണത്തിന്റെ റൂട്ടുകൾ പറഞ്ഞു കൊടുക്കണം. അനിൻ നജാസാത്തി, നജസുകളെ തൊട്ട്, അതുപോലെ വസാഇൽ ഖാദൂറാത്ത്, മറ്റുള്ള അഴുക്കുകളെ തൊട്ടൊക്കെ എങ്ങനെയാണ് വൃത്തിയാക്കേണ്ടത്, എങ്ങനെയാണ് ശുചീകരിക്കേണ്ടത് എന്നെല്ലാം നമ്മുടെ മക്കൾക്കും നമ്മുടെ വീട്ടുകാർക്കും പഠിപ്പിച്ചു കൊടുക്കണേ. എന്നാലേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയൂ. അതിൽപ്പെട്ടത് തന്നെയാണല്ലോ വുളു എടുക്കേണ്ടത് എങ്ങനെയാണ്, ജനാബത്ത് കുളിക്കേണ്ടത് എങ്ങനെയാണ്, അങ്ങനെ മയ്യത്തിനെ കുളിപ്പിക്കേണ്ട രൂപം എങ്ങനെയാണ്, അങ്ങനെ സാമൂഹികവും അതുപോലെ തന്നെ വ്യക്തിത്വവുമായ എല്ലാ അമലുകളും നമ്മളെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്താലേ അതേ നമ്മൾ പൂർണ്ണതയിലേക്ക് എത്തൂ. നമ്മുടെ മക്കളെ ഒരിക്കലും പിശാചിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കല്ലേ. പിശാച് കണിവലകൾ വിരിച്ച് അതാ നമ്മളെ മക്കളെ കാത്തിരിക്കുന്നു. ഗഞ്ചാവിൻ്റെയും അതുപോലെ MDMA പോലെയുള്ള മയക്കുമരുന്നിൻ്റെ അഡിക്റ്റുകളായി നമ്മൾ മക്കൾ മാറുമ്പോൾ എൻ്റെ ഉപ്പമാരെ ഉമ്മമാരെ നാമൊന്ന് ചിന്തിക്കണേ. ഇന്നലെ എൻ്റെ മകൻ ഇങ്ങനെയായിരുന്നില്ലല്ലോ. ഞാൻ 1ാം ക്ലാസ്സിൽ ഭൗതികമായ അത് വിദ്യാഭ്യാസവും അതുപോലെ തന്നെ ആത്മീയമായ വിദ്യാഭ്യാസത്തിലും സ്കൂളിലും മദ്രസിലുമൊക്കെ കൊണ്ടാക്കിയ എൻ്റെ പൊന്നുമോൻ, എൻ്റെ പൊന്നുമോൾ ഇതാ എൻ്റെ കൈകളിൽ നിന്ന് അടർന്നു പോയിട്ടുണ്ട്. അതിൻ്റെ ചിന്ത നമ്മൾ ചിന്തിക്കേണ്ടത് എന്തോ ഒരു പോരായ്മ നമ്മളിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മഹാന്മാർ പഠിപ്പിച്ചത്, നിങ്ങളുടെ മക്കളിന് ഈ എല്ലാ നിലക്കും തർബിയത്ത് നടത്തണം. ആ തർബിയത്തിന് സമയമില്ല, അല്ലെങ്കിൽ അതിന് അവൻ്റെ ഏജ് വ്യത്യാസമില്ല. നമ്മൾ പറയും 10ാം ക്ലാസ് മദ്രസയാണെന്ന്, അങ്ങനെയല്ലല്ലോ. അതേ അവനിക്ക് വിവാഹ പ്രായമെത്തുമ്പോൾ നല്ല സ്വാലിഹത്തായ ഒരു ഇണയെ അവനിക്ക് ഏൽപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. നമ്മളെ മകൾക്ക് ഒരു സ്വാലിഹായ ഭർത്താവിൻ്റെ കൈകളിൽ ഏൽപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെ അവരുടെ ജീവിതം മുന്നോട്ട് നല്ല സുന്ദരമായ പാതയിൽ അള്ളാഹുവിൻ്റെ റസൂലും പൊരുത്തപ്പെട്ട ആ റൂട്ടിലൂടെ സഞ്ചരിക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയൊക്കെ പ്രയത്നിക്കണേ. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഊ അൻഫുസകും വഅഹ്ലീകും നാറാ. ഊ അൻഫുസകും എന്ന് മാത്രം പറഞ്ഞില്ല. ഈ സൂക്ഷിക്കണം. അൻഫുസകും, നിന്റെ ശരീരത്തെ, നിങ്ങളുടെ
ശരീരങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം എന്ന് മാത്രം പറഞ്ഞു നിർത്തിയില്ല. അഹ്ലീക്കും, നിങ്ങളെ മക്കളെയും നിങ്ങളെ ഭാര്യയെയും നിങ്ങളെ കുടുംബത്തെ എല്ലാം നിങ്ങൾ സൂക്ഷിക്കണേ. എന്തിനെ നാറൻ നരകത്തെ തൊട്ട് നിങ്ങൾ സൂക്ഷിക്കണേ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാണല്ലോ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദു അന്നാസ് വൽ ഇജാറാ. അതാണല്ലോ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. നിന്നെ മാത്രം സൂക്ഷിക്കാൻ പരിശുദ്ധ ഖുർആൻ പറഞ്ഞുവെങ്കിൽ നമുക്കൊക്കെ രക്ഷപ്പെടാമായിരുന്നു. എൻ്റെ ഉപ്പമാരെ, ഉമ്മമാരെ, ഖൂ അൻഫുസകും എന്ന് പറയുകയാണെങ്കിൽ നമുക്കൊക്കെ രക്ഷപ്പെടാമായിരുന്നു. പക്ഷേ പഴുതുകളില്ല. അഹ്ലീക്കും, എൻ്റെ മക്കളെയും എൻ്റെ ഭാര്യയെയും എൻ്റെ കുടുംബത്തെയും ഒക്കെ നീ സൂക്ഷിച്ചോ നാറൻ, ആ നരകാഗ്നിയിൽ നിന്ന്. എന്താണ് ഇതിൻ്റെ അവസ്ഥയെന്നോ, വഖൂദു അന്നാസ് വൽ ഹിജാറ, ആ തീയിൽ കത്തിക്കപ്പെടുന്നത് വിറകുകളെയല്ല, അതിൽ കത്തിക്കുന്നത് മനുഷ്യരെയാണ്, അതിൽ ശിക്ഷിക്കുന്നത് മനുഷ്യരെയാണ്. വൽ ഹിജാറ, കല്ലുകളെയാണ്. നിങ്ങളും നോക്കുന്ന ആലോചിച്ച് നോക്ക്, നാളെയുടെ ജീവിതത്തെക്കുറിച്ച്, നമ്മുടെ മുമ്പിൽ വരാൻ പോകുന്ന യാഥാർത്ഥ്യങ്ങളിലേക്ക് വല്ലാതെ ഭയപ്പാടുണ്ടാക്കുന്നു. ഈ ജീവിതം ഇന്നല്ലെങ്കിൽ അല്പസമയം മാത്രമേ ഉള്ളൂ. പെടുന്നനെയുള്ള മരണങ്ങൾ സംഭവിക്കുന്ന കാലമാ. ഫുജിയത്തിന്റെ മരണത്തെ തൊട്ട് ഞങ്ങളെ കാക്കണം റഹ്മാനേ. എത്രയെത്ര ചെറുപ്പക്കാരാണ് പെടുന്നനെ മരണപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നത്. ചെറുപ്പക്കാരെന്ന് പറയാനുള്ള കാരണമെന്നാ നമുക്കൊക്കെ ഒരു ചിന്തയുണ്ടാകും. പഴയ കാലത്ത് നമ്മൾ പത്രങ്ങളൊക്കെ വായിച്ചു നോക്കുമ്പോൾ ശരമകോളം നോക്കിയിട്ട് നമ്മൾ പറയും, ഇന്ന് ആരാ സെഞ്ചുറി അടിച്ചത്? നമ്മളിങ്ങനെ 100 ഇങ്ങനെ തികഞ്ഞ് 100 മരിച്ചതാരങ്ങ് ചോദിക്കും. ഇന്നിപ്പോ അർദ്ധശതകമാണ്, ഇന്ന് 50. അത്രയുള്ളൂ നമ്മുടെ ആയുസിന്റെ കാര്യം. ഒരിക്കലും എനിക്കും നിങ്ങൾക്കും ഈ ജസദുകൾക്ക് ഗ്യാരണ്ടി പറയാൻ കഴിയില്ല. നമ്മുടെ മുമ്പിൽ വലിയ യാഥാർത്ഥ്യമില്ലേ? കഴിഞ്ഞ വർഷം നമുക്ക് സദുപദേശം നൽകിയ മർഹൂം മസ്ഊദ് സഖാഫി ഉസ്താദ് ഇന്ന് എവിടെയാണ്? ഇന്നവർ ഖബറിലല്ലേ? അല്ലാഹ് മസ്ഊദ് സഖാഫി ഉസ്താദിന്റെ ഖബർ ജീവിതം സ്വർഗമാക്കണം അല്ലാഹ്. അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണം അല്ലാഹ്.